നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. സിസിടിവിയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ 600ഓളം പേരെ അനുമോദിക്കുന്നതിനൊപ്പം വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിസിടിവിയുടെ 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ പുരസ്കാര സ്കോളർഷിപ്പ് ചടങ്ങ് എത്തിയിരിക്കുന്നത്. ഇക്കുറി വിപുലമായ ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഏതാണ്ട് 700-ൽ പരം കുട്ടികൾക്കാണ് പുരസ്കാരവും 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി. 5000 രൂപ വെച്ചാണ് സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് പ്രത്യേക ഒരു മാനദണ്ഡമില്ല. നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് അവർക്കൊരു ശരാശരി 80%, അതിപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞാലും കൂടിയാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി പരിഗണിച്ച് മാത്രമാണ് നൽകുന്നത്. അതേസമയത്ത് പുരസ്കാരങ്ങൾ നൽകുന്നത് നിങ്ങളുടെ നെറ്റ്വർക്കിലാണ് പരമാവധി കൊടുക്കുന്നത്. ഇനി ഒരു കണക്ഷൻ എടുക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകൾക്കാണ് കൊടുക്കും. മറ്റു നെറ്റ്വർക്കിലുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുത്തു വരുന്നില്ല. അതൊരു നമ്മളുടെ ഒരു പ്രൊമോഷൻ കൂടിയിട്ടാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുരസ്കാര വിതരണം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ മുരളി പെരുന്നെല്ലി പ്രതിഭാദരവും UR പ്രദീപ് +2 പുരസ്കാര വിതരണവും NK അക്ബർ SSLC പുരസ്കാര വിതരണവും നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നടത്തും. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TD രാമകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സകിലൻ പത്മനാഭൻ, അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, സുബീഷ് തെക്കൂട്ട്, മനീഷ, KP സാക്സൺ, PS ടോണി എന്നിവരെ സമാദരിക്കും. മികച്ച സംരംഭകരായ സജിത് ചോലയിൽ, റെജി B ചെറുവത്തൂർ എന്നിവർക്ക് സംരംഭകമിത്ര പുരസ്കാരവും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരിയങ്കണ്ടത്തിന് കാരുണ്യമിത്ര പുരസ്കാരവും സമ്മാനിക്കും. കലാകായിക പഠനരംഗത്ത് മികവ് പരിഗണിച്ച് വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദുകൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80%-ലേറെ മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. കഴിഞ്ഞ 18 വർഷങ്ങളിലായി 10,000-ലേറെ വിദ്യാർത്ഥികളെയാണ് CCTV വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചിട്ടുള്ളത്. രാജ്യത്ത് കുത്തക ഭീമന്മാരോട് പൊരുതി ഡിജിറ്റൽ രംഗത്ത് 4ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് രംഗത്ത് 5ാം സ്ഥാനത്തും എത്താനായി എന്നതും മാധ്യമമേഖലയിൽ കേരള വിഷൻ ചാനലും ന്യൂസ് മലയാളം ചാനലും ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്നതും കേബിൾ TV വ്യവസായത്തിനാകെ അഭിമാനമാണ്. കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ പങ്കെടുത്തു. പുരസ്കാര വിതരണ ചടങ്ങ് CCTV-യിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. CCTV യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണമുണ്ടാകും. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിതു നൽകാമെന്ന് അറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. ആദ്യഘട്ടത്തിൽ 19 ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയെ വെണ്ടറായി ചുമതല നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഗുണഭോക്താക്കളെ വിളിച്ച് 1 ലക്ഷം മുതൽ 1,60,000 രൂപ വരെ ഇവരുടെ പേരിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ചു. ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഈ പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. ഞങ്ങളോട് നേരിട്ട് ജില്ലാ മിഷനിലേക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിലയിലേക്ക് ഓഫീസ്മാൻ വരുന്നുണ്ട്, ആളെ നേരിട്ട് പോയി കാണാം, പ്രസിഡന്റും കൂടെ വരാം, എന്നിട്ട് അവരെ പരാതി കൊടുക്കാന്നാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിന് ഇതിന്റെ മേലെ മറ്റേ സൊസൈറ്റി നടപടികളൊന്നും സ്വീകരിക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാന്നാണ് ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ബാധ്യതയായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള പാകം ഞങ്ങളുടെ ഇല്ല.
ഞങ്ങൾക്ക് അർഹതപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് തൊഴിലിന് അപേക്ഷ വെക്കലും എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെയാണ് പദ്ധതി ഞങ്ങളെ വീട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും കൂടി കൈമാറിയിട്ടുണ്ടെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ മറ്റേ ഉത്തരത്തിലായ ചുമതല നിർവഹണത്തിന് ഞങ്ങള്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. ബാങ്കിൽ നിന്നും യാതൊരുവിധ ബാധ്യതയും ഗുണഭോക്താക്കൾക്ക് വരില്ലെന്നും തുക പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ തരാം, കൂടിയ 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ് സഹകരണ സംഘത്തിന് ഞങ്ങൾക്ക് ലോണ് പഞ്ചായത്ത് പ്രസിഡന്റും ഏലക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി 1.60 ഞങ്ങൾക്ക് തൊഴുത്തിനും ആട്ടുംകൂടിനും വേറെ ഓരോന്നിനും ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പാസ്സാക്കി പണി കഴിച്ചു തന്നു. പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ പ്രതികരണം കിട്ടിയില്ല. ഗ്രാമസഭയ്ക്കും പഞ്ചായത്തിലും ഓരോരുത്തർക്കും തൊഴിലുറപ്പ് അവർക്കും ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വരും, അടുത്ത് വരും, ഇപ്പോൾ വരും, നാളെ വരും വേണ്ടി ഞങ്ങളെ കളിപ്പിച്ച് വിട്ടു. ബാങ്കുകാർ നിങ്ങളോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. എന്നോടാ ബാങ്കുകാർ ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചിട്ടില്ലോ. ബാങ്കുകാർ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾക്ക് ഇന്നലെയാണ് ഞങ്ങൾക്ക് ബാങ്ക് നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. എനിക്ക് 1,60,000 രൂപ തൊഴിലിന് പാസ്സാക്കിയത്. അതിൽ 2,17,000 അടിക്കണം, 15 ദിവസത്തിനകം നടപടി എടുക്കുമെന്ന് വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നത്. പണി നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. പ്രസിഡന്റ് അറിയാതെ ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് അറിഞ്ഞില്ലേ ചോദിച്ചു. പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രസിഡന്റ് മസോ അടിക്കാതെ പണിത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം മസോ അടിക്കേണ്ടത് എവിടുന്നാ വെച്ചു? ഞങ്ങളാണോ തൊഴിലാളികളാണോ മസോ അടിക്കേണ്ടത്? പ്രസിഡന്റ് പഞ്ചായത്തിനല്ലേ പ്രസിഡന്റ്. അത് 3 കൊല്ലമായി. 3 കൊല്ലം വന്നപ്പോൾ ആ ബാങ്കുകാരിൽ കടലാസ് ഞാൻ കഴിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു കടലാസും വന്നിട്ടില്ല. ഞങ്ങൾ എന്ത് പ്രതികരിക്കണം? ഇവരോട് പറഞ്ഞ ഇവരൊരു രേഖയില്ലാതെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ? പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുംകൂടും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ഇപ്പോ ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. ഇന്ന് അവർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. 3 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പദ്ധതിയിൽ പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിയിലേക്ക് തള്ളിവിട്ട പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇതിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. വടക്കേക്കാട് വൈലേരി പീടികയ്ക്ക് സമീപം ഓട്ടോ തടഞ്ഞു നിർത്തി യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്മന്നൂർ സ്വദേശി മുണ്ടാറയിൽ 28 വയസ്സുള്ള ഷിഫാനെയാണ് മഞ്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 3 വൈകിട്ട് വടക്കേക്കാട് നാലാങ്കല്ല് ഭാഗത്തു വെച്ചാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കല്ലിങ്ങൽ സ്വദേശികളായ തോട്ടുപുറത്ത് പ്രണവ്, റെനിൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. വടക്കേക്കാട് ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന 2 പേരെയും ബൈക്കിലെത്തിയ ഷിഫാനും സംഘവും ഓട്ടോ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല. വടക്കേക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത്. പോലീസിനെ ആക്രമിച്ച കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട ഷിഫാൻ. മഞ്ചേരിയിലുണ്ടെന്ന രഹസ്യവിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പേരെയും കൂടി പിടികൂടാനുണ്ട്. SIമാരായ ഗോപി, സാബു, സീനിയർ CPO രതീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു.
എരുമപ്പെട്ടി വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് സാരമായി പരിക്കേറ്റു. ചിറമനേങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദിനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപത്ത് വ്യാഴാഴ്ച രാത്രി 9:45 അപകടം. റോഡിനു കുറുകെ ഓടിവന്ന പന്നി സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇർഷാദിനെ SKSSF ആംബുലൻസിൽ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുമിറ്റക്കോട് അഖിലാണം മഠത്തിൽ പുഷ്പകത്ത് വാസുദേവൻ എന്ന കലാമണ്ഡലം വാസുദേവൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. പരേതരായ കേശവൻ നമ്പീശിന്റെയും സാവിത്രി ബ്രാഹ്മണി അമ്മയുടെയും മകനാണ്. നടൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ, നൃത്താധ്യാപകൻ, മൃദംഗവാദകൻ, നന്മ കലാകാരന്മാരുടെ സംഘടനയുടെ ജില്ലാ ഭാരവാഹി, ക്ഷേത്രകലാ അക്കാദമിയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കലാജീവിതത്തിനിടയിൽ സംഗീത നാടക അക്കാദമി അവാർഡ്, ഫോക്ലോർ അക്കാദമി അവാർഡ്, പുഷ്പകശ്രീ അവാർഡ് തുടങ്ങിയ 50-ലധികം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഗിരിജ ഭാര്യയും വൈശാഖ്, വരുണ എന്നിവർ മക്കളുമാണ്. പരേതനായ ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ, ഹരിദാസൻ, നാരായണൻ, ശ്രീദേവി, ഗീത എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ നടക്കും. എടക്കഴിയൂർ ചങ്ങാടം റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞു. സംയോജിതമായ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. എറണാകുളത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കിടയിൽ വഴിയറിയാതെ പാടത്തേക്ക് പോവുകയായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലാണ് വാഹനത്തിലുള്ളവരെ രക്ഷിച്ചത്. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ പോസ്റ്റിലിടിച്ച് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കുന്നംകുളം ഭാഗത്തു നിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ പ്രസിദ്ധീകരണം തുടങ്ങി. കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ആദൂർ കല്ലഴി വളപ്പിൽ സമീഹയെ കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC യൂണിയൻ അനുമോദിച്ചു. അറബിക് കഥാരചന, ഉപന്യാസം, തർജമ എന്നിവയിൽ സംസ്ഥാനതലത്തിലും വിജയിയായിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് K. ജയശങ്കർ മൊമന്റോ സമ്മാനിച്ചു. യൂണിയൻ അംഗവും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമായ KK സുലൈമാൻ, സക്കീന ദമ്പതികളുടെ മകളാണ് നസീഹ. യൂണിയൻ സെക്രട്ടറി MM സലീം, പൂൾ ലീഡർ PP ഷക്കീർ, PM നിസാർ, KK തൗഫീഖ് എന്നിവർ പങ്കെടുത്തു. TD രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോരയെക്കുറിച്ച് മമ്മൂട്ടി പങ്കുവച്ച ഫേസ്ബുക്ക് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇന്നും വൈറലായി തുടരുമ്പോൾ പുസ്തകത്തിന്റെ 2ാം ഭാഗമായ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് ഇട്ടിക്കോര പുറത്തിറങ്ങിയപ്പോഴാണ് മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നോവലിനെക്കുറിച്ച് പങ്കുവച്ചിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ ലക്കത്തിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച PN പണിക്കരുടെ ഓർമ്മദിനം വായനാവാരമായി ആചരിക്കുന്ന ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ പഴയ വീഡിയോ വീണ്ടും പ്രസക്തമാവുകയാണ്. വായനാ ദിനം, വായനാവാരം, വായനാ ദിനത്തിലും തന്നെ വായിക്കണമെന്നില്ല. ഇപ്പോഴും വായിക്കുക. ഒരു ദിവസത്തിൽ നമ്മൾ ഒരു വരിയെങ്കിലും വായിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നില്ല. ഒന്നിലൊരു പത്രത്തിന് തലക്കെട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒരു കുറിപ്പോ എന്തെങ്കിലും നമ്മൾ വായിക്കണം. ഞാൻ അങ്ങനെയല്ലേ ഇത് വായിച്ചു നോക്കാം. ഈ പുസ്തകത്തെ പറ്റി പറയാം. ഇത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ TD രാമകൃഷ്ണന്റെ ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അദ്ദേഹം വായിച്ചു തന്നു. അന്ന് ഞാനത് കുറേ വായിച്ചിരുന്നു, പിന്നെയും വായിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിതിൻ്റെ ഒരു ഭാഗം വായിക്കാം. ഇട്ടിക്കോരയുടെ ഒരു സാഹസത്തെ പറ്റിയാണ്. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. PT ജോസഫ്, VC ബിനോജ്, സുമന സുഗതൻ, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, TK ശിവൻ, OS മനോജ്, NB ബിജു, NM മിഥുൻ, സ്വപ്ന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി.
നാടെങ്ങും വായനാ വാരാചരണം കാണാം ഇടവേളയ്ക്കു ശേഷം. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ സാമ്രാജ്യത്വ യുദ്ധവിരുദ്ധ റാലിയും പൊതുയോഗവും നടത്തി. ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഉണ്ണികൃഷ്ണൻ, PS പുരുഷോത്തമൻ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V ശങ്കരനാരായണൻ സ്വാഗതവും KV ഗിൽസൺ നന്ദിയും പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MK ശശിധരൻ, KK റഹീം, സുബിൻ AS, KK മണി, TP ലോറൻസ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ KA തങ്കപ്പൻ, പ്രണവ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപക പരിശീലകനുമായ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ശ്രീജാബായ്, SMC ചെയർമാൻ TG കണ്ണൻ, വിദ്യാരംഗം കൺവീനർ ശാരിക, അധ്യാപക പ്രതിനിധി ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനം എഴുത്തുകാരിയും ഗാർഗി സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ഡയറക്ടറും സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ എഴുത്തുകാരി സ്മിത കോടനാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം അധ്യക്ഷയായി. ഇതിനോടനുബന്ധിച്ച് വായനാ വാരാചരണം, പുസ്തക ശേഖരണം, വായനാമൂല എന്നിവ സംഘടിപ്പിക്കും. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വായനശാല പ്രസിഡന്റ് KT ഷാജന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണത്തിൽ മാർത്തോമ LP സ്കൂൾ പ്രധാനാധ്യാപകൻ ലൈനു മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവന വായനാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. വനിതാവേദി പ്രസിഡന്റ് ഗീതാമണി, ലൈബ്രറി സെക്രട്ടറി ഷാജി K ജോർജ്, ലൈബ്രറേറിയൻ പ്രീതി KC എന്നിവർ നേതൃത്വം നൽകി. പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. വുമൺസ് എംപവർമെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി കടവലൂരിന്റെയും അൻസാർ വുമൺസ് കോളേജ് വുമൺസ് എംപവർമെന്റ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. 6 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ കഥ പറഞ്ഞ പ്രശസ്ത എഴുത്തുകാരി സുധാ മേനോൻ രചിച്ച ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വുമൺസ് എംപവർമെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സ്മിത മുരളി അധ്യക്ഷയായി. എഴുത്തുകാരിയും എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ കൗൺസിലറുമായ സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. അൻസാർ വുമൺസ് കോളേജ് പ്രിൻസിപ്പാൾ ഫരീദ J, അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രീഷ്മ, വുമൺസ് എംപവർമെന്റ് സെൽ കോർഡിനേറ്റർ സ്നേഹ KV, സൊസൈറ്റി ഭാരവാഹികളായ ബിനി സുഭാഷ്, ഷാഹിദ സുലൈമാൻ, ജസീല PM എന്നിവർ സംസാരിച്ചു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ VGO ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസംബ്ലിയിൽ പുസ്തക പരിചയവും PN പണിക്കർ അനുസ്മരണവും നടത്തി. എന്റെ വിദ്യാലയത്തിനൊരു പുസ്തകം പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ അധ്യാപകർ ഏറ്റുവാങ്ങി. കുട്ടികൾക്കായി ക്വിസ് മത്സരം, വായനാ മത്സരം, പോസ്റ്റർ പ്രദർശനം, പുസ്തക പ്രദർശനം എന്നിവ ഒരുക്കിയിരുന്നു. വായനാ വാര സമാപനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിദ്യാലയത്തിലെ വായനാദിന പരിപാടികൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ്, ജോളി ജോസ് N, മിനി CG എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി PN പണിക്കരുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രത്യേക അസംബ്ലിക്ക് ശേഷം പോസ്റ്റർ നിർമ്മാണം, ആസ്വാദനക്കുറിപ്പ്, പ്ലക്കാർഡ് നിർമ്മാണം, വേഷപ്പകർച്ച തുടങ്ങി വിവിധ മത്സരങ്ങളും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി. ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ബിദ ടീച്ചർ, ലൈബ്രറി ടീച്ചർ സജിത, നിഷ, മെബിത, ശ്യാമ, റിനി എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി അക്ഷരാരാമം തീർത്തു. യുവ എഴുത്തുകാരനും അധ്യാപകനുമായ KS രതീഷ് വായനാ ദിനത്തിന്റെയും വിദ്യാരംഗം സാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ PM ഹംസ,
കൺവീനർ ഷിജി സുമിത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ലുക്മാൻ ബുക്കാരി, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പണം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഉടമസ്ഥൻ തക്കതായ തെളിവ് സഹിതം 75 10 88 88 11 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം. കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ ആദ്യ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗം കുന്നംകുളം എസ്.ഐ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ CP ജാബിർ, മിനിത, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ്, CPO അബൂബക്കർ, SPG കോർഡിനേറ്റർ നൌഫിറ, അബ്ദുൾ ഫത്താഹ്, MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ പോലീസ് മെന്റർമാരുടെ നേതൃത്വത്തിൽ നിയമബോധമുള്ള ക്ലാസുകളും വിദ്യാർത്ഥികളുമായി സംവാദവും ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം. ആർത്താറ്റ് കുറുക്കൻപാറ വറീദ് മകൻ ബേബി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആർത്താറ്റ് ഓർത്തഡോക്സ് പുത്തൻപള്ളി സെമിത്തേരിയിൽ നടക്കും. ഡാർലി ഭാര്യയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.